ഫുള്ള് റഫാണെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ വരുമ്പോഴും ഫുള്ള് നല്ലതാണ്. ഹലോ എവരിവൺ. ഹലോ. വെൽക്കം ടു ട്രാവൽ ടൈപ്സ് ഫ്രം വീണ്ടും ലക്ഷദ്വീപ്. ഇന്നപ്പോൾ രാവിലെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ബോട്ടിങ്, ടേർട്ടിൽ വാച്ചിങ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഇവിടുത്തെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ബീച്ച് ആയിട്ടുള്ള ലേഗൂൺ ബീച്ചിലൊക്കെ പോവാണ്. യെസ്, അപ്പം ഇന്ന് ബാക്കി കാഴ്ചകളാണ് ലക്ഷദ്വീപിൻ്റെ. പിന്നെ ആക്ച്വലി നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പ്രത്യേകിച്ച് പരിപാടി രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ 3 മണിക്ക് കൽപ്പിറ്റി ഐലൻഡ് പിന്നെ ഗ്ലാസ് ബോട്ട് പരിപാടികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ സമയം ഇപ്പോൾ 10:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ രാവിലെയൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവിടെ അടുത്ത് തന്നെ ലഗൂൺ ബീച്ച് ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട്, ലഗൂൺ ബീച്ച്. അപ്പോൾ അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആക്ച്വലി വന്നിട്ട് ഡ്രോൺ ഇല്ലല്ലോ. ഡ്രോൺ അങ്ങനെ അത്ര പറത്താൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ഹൈറ്റിന് ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് അധികം പറത്താൻ പറ്റില്ല. പിന്നെ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഡ്രോൺ അധികം പറത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ലഗൂൺ ബീച്ചിൽ ഒന്ന് പോയിട്ട് കുറച്ച് പറത്താൻ പറ്റുന്നതാണ് ഇവരൊക്കെ പറഞ്ഞത്. നമ്മുടെ ഡ്രോണിന്റെ കാറ്റ് കാരണം കുറച്ച് സീനുണ്ട്. നോക്കാം. അതെ അതെ, ഓരോ ബാക്കിൽ തന്നെ പോയാന്ന് പറഞ്ഞു. ലഗൂൺ ബീച്ചിൽ നടക്കാനുള്ള ദൂരമുള്ള ആക്ച്വലി നമ്മുടെ റൂമിൽ. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ, താത്താരും. അവർക്ക് എല്ലാവർക്കും ഭയങ്കര നാണാണ്. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അറിയ തെങ്ങല്ലേ, എവിടെ നോക്കിയാലും തെങ്ങ്. കുട്ടി ആട് കണ്ടോ? ആടിന് ടാറ്റ ഉണ്ട്. ടാറ്റ ആടെ, ആടെ ടാറ്റ. കുട്ടിന് ആടും JCB ആണ് മെയിൻ അല്ലേ കുട്ടോ? ആടും JCB അല്ലേ? ഒരു നമുക്ക് നാട കാണിച്ചു തരാന്ന് പറഞ്ഞ മുന്നിൽ നടക്കണ്ട്. നമ്മൾ ലഗൂൺ ബീച്ച് എത്തി. മീൻ കിട്ടിന്റെ കുട്ടോ. പിടിക്കണ വേണ്ട. മീമി കുട്ടോ, മീമി. കടലിന്റെ ഒരു കളറൊക്കെ എന്താ ഭംഗിയില്ലേ. ഞാനൊക്കെ ആദ്യമായിട്ടാ കാണുന്നേ. സ്വിമ്മിങ് പൂളിലെ വെള്ളം കണ്ടെന്നല്ലാണ്ട്. ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ടെന്നും ഇവിടുത്തെ ഭാഷ മലയാളമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. എന്നാൽ ഇവിടെ എങ്ങനെയാണ് മലയാളം വന്നത് എന്നുള്ളത് അറിയോ? ലക്ഷദ്വീപിലെ ആൾ താമസം തുടങ്ങിയതിന് കൃത്യമായിട്ട് രേഖകളില്ലെങ്കിലും കുറച്ചധികം ഐതിഹ്യങ്ങളുണ്ട്. പണ്ട് കേരളം ഭരിച്ചിരുന്ന അവസാനത്തെ ചേര രാജാവായിരുന്ന ചേരമാൻ പെരുമാളാണ് ആദ്യമായിട്ട് ലക്ഷദ്വീപിൽ എത്തിയെന്നാണ് ഒരു ഐതിഹ്യം. ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം മക്കയിലേക്ക് പോയ ചേരമാൻ പെരുമാളിനെ അന്വേഷിച്ചു പോയ ഒരു കപ്പൽ സംഘമാണ് ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് എത്തിയതെന്നും പറയുന്നുണ്ട്. ഇതിൽ കണ്ണൂർ രാജാവിന്റെ സംഘം ഒരു കപ്പൽ തകർന്ന് ബംഗാരം ദ്വീപിൽ എത്തിപ്പെട്ടു എന്നും പിന്നീട് അഗത്തി വഴിയാണ് അവർ തിരിച്ചു പോയതെന്നും പറയുന്നുണ്ട്. ഇതേ സംഘം പിന്നീട് തിരിച്ചു വന്ന് ആമിനി ദ്വീപിൽ താമസം ഉറപ്പിക്കുകയും അങ്ങനെ ആമിനി ദ്വീപ് ആദ്യത്തെ മനുഷ്യവാസമുള്ള ലക്ഷദ്വീപ് ദ്വീപിൽ ഒന്നായി. ആമിനി ദ്വീപിന് പുറമെ കൽപ്പേനി, അന്ത്രോത്ത്, കവരത്തി, അഗത്തി എന്നീ ദ്വീപുകളും ലക്ഷദ്വീപിലെ ഏറ്റവും പഴയ ജനവാസ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്നു. ആദ്യകാലത്ത് ഇവിടെ താമസിച്ചിരുന്നത് ഹിന്ദുക്കളായിരുന്നെന്നും പിന്നീട് AD 661 ഉബൈദുള്ള എന്ന അറബി വഴിയാണ് ഇസ്ലാം മതം പ്രചരിച്ചതെന്നും അറിയപ്പെടുന്നു. ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും ലക്ഷദ്വീപിന്റെ പ്രത്യേകതകൾ ഈ ചുറ്റും കിടക്കുന്ന പവിഴപ്പുറ്റുകളും 600-ലധികം ഇനം മത്സ്യങ്ങളും രാത്രിയിൽ തിളങ്ങുന്ന ഈ ബീച്ചുകളാണ്, അതായത് ബയോലൂമിനൻസ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ലക്ഷദ്വീപാണ് ഇന്ന് ഇന്ത്യയുടെ മാൽദീവ്സ് എന്നറിയപ്പെടുന്നത്. നമ്മൾ സൺഡേ ഉച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. ഈ സൺഡേക്കൊന്നും ഇവിടെ ഒരു കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. ലഗൂൺ ബീച്ചിലൊക്കെ നോക്കി ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് 3 മണിക്ക് ശേഷമൊക്കെ എല്ലാം തുറക്കുള്ളൂ. അതൊക്കെ പിള്ളേർക്കൊക്കെ ലീവാണ്. എല്ലാവരും ഇവിടെ ബീച്ച് സൈഡിൽ ചില്ല് ചെയ്യുന്നതാണ്. അത് ഒരു കൊച്ചതൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് നല്ല വെയിലാട്ടോ. വെയിലുകൊണ്ട് ടയേർഡായി.
ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്താണെന്നറിയോ, ഇവിടെ നിന്ന് സൺഡേ ആണ്, പിന്നെ ഡേ ടൈമിലൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഡേ ടൈമിലൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സും എല്ലാം ക്ലോസ്ഡ് ആണ്. ഒരു പച്ചവെള്ളം പോലും കിട്ടാനില്ല ശരിക്കും പറഞ്ഞാൽ. നല്ല വെയിലും. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകണം. ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് കൽപ്പിറ്റി. യെസ്, കൽപ്പിറ്റി. നല്ല രസമല്ലേ വഴി? വലിയ ബിരിയാണി ചെമ്പാണല്ലോ. കല്യാണത്തിനൊക്കെ ഇത്ര വലുതിന്റെ ആവശ്യമില്ലല്ലോ. നാട്ടിലെ ബിഗ് പരിപാടിക്ക് വെക്കണ ഇവിടെ അങ്ങനെ വേലികളും കാര്യമായിട്ടില്ല അല്ലേ. എല്ലാവരും സ്ഥലം നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീടെത്തി. ഇതാണ് നമ്മളെ വീട്. എല്ലാ വഴിയും ഒരുപോലെ ആയതുകൊണ്ടേ പെട്ടെന്നൊന്നും വഴി മനസ്സിലാവില്ല. നമ്മളങ്ങനെ ചോദിച്ചു വന്നു അല്ലേ കൂട്ടോ, ചോദിച്ചു വന്നു. ആ പശുണ്ട്, ഇതാ പശുണ്ട്. ഇത് മറ്റേ ചെറിയ ടൈപ്പ് പശു തോന്നുന്നുണ്ട് കേട്ടാ, വെച്ചൂർ പശു. ഞങ്ങള് ദ്വീപിൽ വന്നിട്ട് പശുവിനെ കണ്ടിട്ടായിരുന്നില്ല. ടാറ്റാ. ഇതില് വരുന്നത് തേങ്ങാച്ചോറും ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ്. രാവിലെ നമുക്ക് അതിനെന്താണെന്ന് പറയാ, കിലാഞ്ചിയും പാഫാലും. ഇത് ഇന്ന് തേങ്ങാച്ചോറും മുളാനി മീൻ വറുത്തത്. ഇത് ദ്വീപിലെ മെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ മീൻകറി പോലെ, പക്ഷെ നമ്മൾ പുളിയൊക്കെ ഇട്ടേക്കുന്ന ഇവര് വിനീഗറൊക്കെ ഇട്ടേക്കുന്ന സംഭവം. നല്ല എരിവുണ്ട്, നല്ല സെറ്റ് ഉണ്ട്. മാത്രമല്ല രണ്ടാമത്തെ ദിവസം നമ്മൾ ചിക്കൻ കഴിച്ചു, പിന്നെ ഫുള്ള് മീൻ തന്നെ അല്ലേ. സൂര്യപിഎസിന് മീൻകറി ഇഷ്ടമല്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ട്, ഞാൻ മീൻകറി ഇങ്ങനെ കഴിക്കാറില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. എങ്ങനെയുണ്ട്? ഇത് വെറൈറ്റി ടേസ്റ്റ് അല്ലേ. സമയം ഷാർപ്പ് 3:50. നമ്മുടെ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. We are going for glass boat ride and turtle watch. കൽപ്പിറ്റി ആയിട്ട് പോവാം. പോവാ ഹലോ. ഇത് നമ്മള് വീണ്ടും എന്ത് ജെട്ടിയാണത്? ഫിഷറീസ് ജെട്ടി മാർക്കറ്റ് അങ്ങനത്തെ ജെട്ടിയാണ് കേട്ടത്. അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്നലെയൊക്കെ വന്നില്ലേ, ആ തകർന്ന ഷിപ്പ് കിടക്കുന്നത് ആണത്. നല്ല വെയിലാട്ടാ, ഒരു രക്ഷയില്ലാത്ത വെയില. നമ്മളിന്ന് ഐലൻഡിൽ പോയിട്ട് പിന്നെ നേരെ അങ്ങനെ രാത്രി ഫിഷിങ്ങിന് പോവല്ലേ. കാറ്റും ഇതൊക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട്. പോവാൻ പറ്റില്ല. നമ്മൾ ഈ ബോട്ടിലാണേ പോകുന്നേ. കുട്ടോ ഒരേ കരച്ചിലാണേ. ഡബിൾ എഞ്ചിനുള്ള ബോട്ടാണ്. This is the glass boat. കാണുന്നതാണ് കൽപ്പിറ്റി ഐലൻഡ്. ആക്ച്വലി നമ്മുടെ ഈ മെയിൻ ഐലൻഡിൻ്റെ തൊട്ടടുത്തുള്ള നല്ല വെള്ളം. ശരി, ഇതാണ് എയർപോർട്ടിൻ്റെ നമ്മളെ ഐലൻഡ്. അവിടെ ഇത്രയും ദൂരമേ ഉള്ളൂ ഈ ഒരു ഐലൻഡ്. പക്ഷെ ഓൾമോസ്റ്റ് 1 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ നാൾ താമസമൊന്നുമില്ല. അടിപൊളി. ഫുള്ള് കല്ലും
കോറലൊക്കെ ആയിട്ട്. നമ്മളെ കൽപ്പിറ്റ ഐലൻഡിന്റെ ഉള്ളിലേക്കുള്ള സഫാരിക്ക് പോവാണ്. ആൾക്കാർ താമസമൊന്നും ഇല്ലാത്ത ഐലൻഡ് ആയതുകൊണ്ട് നല്ല ഭംഗി. റോ ആയിട്ട് കോറല് ഫുള്ള് കോറലല്ലേ? അത് ഇവിടുത്തെ മണലിന്റെ പ്രത്യേകത അതാണ്. ഈ കോറല് പൊടഞ്ഞിട്ടുള്ള മണ്ണായതുകൊണ്ട്, ഈ മണലായതുകൊണ്ട് നല്ല വൈറ്റ്. ഇതൊക്കെ ഒരു ഭംഗി. കോറലിന്റെ ഒരു കഷ്ണല്ലേ? അടിപൊളി. Wow. Opens to another beach. ഇവിടെ ഇങ്ങനെ ഒരു സ്തൂപുണ്ട്. കൽപ്പിറ്റി അഗത്തി ഐലൻഡ്, ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. ഇതാണ് സീ കുക്കുംബർ. ഇത് ആക്ച്വലി വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇത് ആക്ച്വലി ഒരു ആനിമലാണ്. ഇതിനെ സീ കുക്കുംബർ എന്നാണ് പറയുക. അയ്യോ ആരുമില്ല. എന്തോ ചെടിയും പൂക്കളൊക്കെ. ഇത് കണ്ടലക്കാടല്ലോ ആണോ? ഉള്ളിൽ കൂടെ കയറിയാ വീണ്ടും വേറൊരു ബീച്ചേട്ടാ. വാ ആഹാ, ഫുള്ള് പാറകള്. അവിടെ ഇങ്ങനെ ഒരു പാറ. ഇതെല്ലാം ആക്ച്വലി കോറലാണ്. ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ട് ഒരു കല്ലിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. ഒക്കെ ആരുമില്ലേ, നൈസല്ല. പക്ഷെ നോക്കി നടക്കണം, നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറേ സംഭവങ്ങളുണ്ട് അതേപോലെ പല പല. ബ്ലാക്ക് ഇതിന്റെ ഫുൾ വൈറ്റ്. ഇതെല്ലാം കോറൽ അല്ലേ? വൈറ്റ് ആണ്, പ്യൂർ വൈറ്റ്. ഓ ഇതിന്റെ ഡിസൈൻ എന്താ ഈ ബ്ലാക്ക്? ഷെല്ല് ഒരിടത്ത് പോയല്ലേ? ഒന്നും കൊണ്ടാൻ പറ്റില്ല കേട്ടോ. ഇവിടെ കാണുന്നൊക്കെ ഇവിടെ കാണാം, ഇവിടെ ആസ്വദിക്കുക, ഇവിടെ തന്നെ ഉപേക്ഷിച്ചു. വേറെ അടുത്ത് ബാഗിലിടാൻ പറ്റൂല. ഇവിടുത്തെ ബീച്ചിൽ സാൻഡ് കുറവാട്ടോ. അപ്പൊ അധികം ഈ കോറൽസ് തന്നെയാണ്. അപ്പോൾ കുറച്ച് സാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൽപ്പിറ്റി എല്ലാം തിരിച്ചു പോകും. ആക്ച്വലി വെതർ ഭയങ്കര മോശമാണ്. അപ്പോൾ രാത്രി ഫിഷിങ്ങിന് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അത് വെയിലിറക്കമായി തുടങ്ങിയിട്ടുണ്ടല്ലേ. വെള്ളം ആക്ച്വലി നമ്മൾ പോകുമ്പോൾ വന്നതിനെക്കാട്ടിയും കുറച്ചൊക്കെ കുറഞ്ഞതുപോലെ ഉണ്ട്. പക്ഷേ ഉള്ളത് ഇവിടെ സ്ഥിരമായിട്ട് സൺസെറ്റിന്റെ പരിപാടി വന്നു. അതായത് നമ്മൾ വരുമ്പോൾ ആകെ ഒരു ബോട്ടിലായിരുന്നു. ഇപ്പൊ നോക്ക്, നമ്മളെ ഫസ്റ്റ് അവിടെ സൂര്യൻ ഇന്ന് ബോട്ടിൽ നിന്ന് സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. മിക്കവാറും സൂര്യൻ അവിടെ അസ്തമിച്ചു തുടങ്ങുന്നു. ബോട്ടാണോ അപ്പൊ പോവാം. 2 ദിവസമായിട്ട് കടല് ഫുള്ള് റഫാണെന്നാണ് പറയുന്നത്. കാരണം നമ്മള് വരുമ്പോഴും ഫുള്ള് നല്ലതാണ്.
നമ്മളിറക്കി നമ്മുടെ ബോട്ട് പോകുന്നത്. നമ്മൾ കയറിയത് മറ്റേ ജെട്ടിന്നാണെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇറക്കിയത് ഇവിടെ അന്താൻ ബീച്ചിലാണ്. ഈ ബീച്ച് ഓർമ്മയില്ല, നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രൈവർ ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സമയം 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഫിഷിങ്ങിൻ്റെ പരിപാടി എന്താണെന്നുള്ള തീരുമാനമാവുന്നുണ്ട്. ലെറ്റ്സ് ഗോ. അഗത്തി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. നമ്മുടെ ഫിഷിങ് ഇന്നുണ്ടാവും. നമുക്ക് യോഗ ഇല്ലെന്നുള്ളു ഫിഷിങ്ങിന് പോകാൻ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ബോട്ട് കംപ്ലൈന്റ് ആയി. കുറെ നേരം ചായക്ക് കയറ്റി ഇന്നലെ. അപ്പൊ ഞാനും വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിൻ്റെ പരിപാടി ഇന്നും നടക്കുന്നുണ്ട്. കാരണം വെതർ അത്ര സ്ട്രോങ് കാറ്റാണ്. അപ്പോൾ ഫിഷിംഗ് ഒന്നും പോകാൻ പറ്റില്ല. കുഴപ്പമില്ല. തൽക്കാലം നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ, ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഒരു ഫിഷിൻ്റെ ഗ്രില്ലും സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹമൂർ പൊളിക്കും അയ്യോ അല്ലേ കുട്ടോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ദ ചായ. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അതായത് ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വന്നത്. ഇതെങ്ങനെ സിസ്റ്റം? വേണ്ടത് നമ്മൾ അങ്ങനെയാ. ഉള്ളിയോടെയും കൽമാസ പറഞ്ഞ ഇത് മറ്റേതല്ലേ? ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് നോക്കാം. അവർക്ക് വേണ്ടത് എന്താണ് കഴിച്ചെന്നാ പറഞ്ഞോ. മുട്ട തേങ്ങാൻ പറയാ. അത് നമ്മുടെ കട്ട്ലറ്റിന്റെ മസാല തന്നെ. മുട്ടനെ പൊതിയും, നേരെ കട്ടി. ഇതൊക്കെ എന്താ? ഇത് സ്വീറ്റ് ആണ്. ഇത് 2 സ്വീറ്റാ. അത് 2 സ്വീറ്റ്. ഇത് സ്പൈസി. ഇത് മറ്റേ ഇത് കായ്. കണ്ണൂർ. ഇത് മറ്റേ ഇതല്ലേ ഫിഷ് പോള, ചിക്കൻ പോള പോലെ. ഓവർ മധുരമില്ല. നമ്മള് ബീച്ചിൽ നടക്കുന്ന സമയത്ത് ചേട്ടനായി മീൻ അടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ചൂട്ടം കടിച്ച ഞാൻ കരയണം. സൗണ്ട് ഉണ്ടാക്കും അല്ലേ? എന്തെങ്കിലും ഉണ്ട് ഇവിടെ വരാ? നമ്മുടെ ഹമ്മൂർ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ ഗ്രില്ല് ഇതാ ഹമ്മൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ ഞാൻ വന്നു കുട്ടോ, ഞാൻ വന്നു കുട്ടോ. അത് ഞാൻ തന്നെ ഫിഷിനൊരു വേറെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിടിയും വലിയാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 5-10 മിനിറ്റ് കൊണ്ട് 1.5 കിലോ മീൻ തീർന്നു. എങ്ങനെയുണ്ടായിരുന്നു? മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല ഒക്കെ ഒക്കെയാണ്. മീൻ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മള് മീൻ വറക്കുമ്പോഴേ നമ്മൾ മീൻ വറക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ച് കയറ്റിടാറില്ലേ? ഇവിടെ പൊതുവെ ഉപ്പ് എല്ലാവർക്കും കുറവാണ്. ഇതാണ് ഇവിടുത്തെ ദ്വീപുണ്ട. ഈ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ലക്ഷദ്വീപിക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ലക്ഷദ്വീപിക്ക് എങ്ങനെ വരാൻ പറ്റും, എത്ര ചാർജസ് ആവും, എവിടെ നിന്ന് ഫ്ലൈറ്റ് എടുക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.